എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം അത് അല്ലാഹു നമുക്ക് തന്നൊരു ഔദാര്യമാണ്. ആ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട്, പല ആവശ്യങ്ങളുണ്ട്, പല രോഗങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. ആരോടും പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കുന്ന ചില സങ്കടങ്ങളും നമുക്കുണ്ട്. പറയുന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒറ്റ ഇരുപ്പിലിരുന്ന് 33 തവണ വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ നാളത്തെ പ്രഭാതം നിങ്ങൾക്ക് ഇത് അനുകൂലമായ റിസൾട്ടുമായിട്ടാണ് പ്രഭാതം വരിക എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ കാര്യം. അപ്പൊ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ചൊല്ലാനുള്ള മഗ്‌രിബ് നമസ്കാരം ഹദ്ദാദ് ഓതുന്നവരുണ്ടാകും, വാഖിയ ഓതുന്നവരുണ്ടാകും, മുൽക്ക് ഓതുന്നവരുണ്ടാകും, യാസീൻ ഓതുന്നവരുണ്ടാകും. അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ സൂറത്തുകളും ആയത്തുകളും അതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലുന്നവരുണ്ട്. അതെല്ലാം ചൊല്ലിയതിനു ശേഷം ഇതിന്റെ യഥാർത്ഥ ക്രമം അതിന്റെ രീതി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നത് ഈ 6 ദിക്റും ഒറ്റ ഇരിപ്പിൽ ചൊല്ലണമെന്നാണ്. വളരെ ചെറിയ ദിക്റാണ്, പക്ഷെ അതിന്റെ പവർ വല്ലാത്തതാണ്. 6 ദിക്റുകൾ ഒരെണ്ണം 33 തവണ വെച്ച് നമ്മൾ ഇത് ചൊല്ലിയിട്ട് അവസാനം അള്ളാഹുവിലേക്ക് നമ്മൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ അള്ളാഹു മാറ്റിത്തരുമെന്നാണ്. ഒന്നാമത്തെ ദിക്ർ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മൂന്നാമത്തേത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അച്ഛനെ നീയല്ലാതെ ഒരു കഴിവുമില്ല, നീയാണല്ല. രണ്ടാമത്തെ ദിക്ർ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഏറെ അജബ് നിറഞ്ഞ അത്ഭുതം നിറഞ്ഞ സ്വലാത്താണ്. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ആറാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ 6 ദിക്റുകളും അറിയാത്തവരാരും തന്നെ ഉണ്ടാവില്ല. ഈ 6 ദിക്ർ നമ്മൾ 33 വട്ടം ചൊല്ലിയതിനു ശേഷം നമ്മൾ അവസാനം ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ അത് നമ്മൾ അറിയാലോ. അത് ആ സ്വലാത്ത് 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. 3 സ്വലാത്തുൽ ഫാത്തിഹ തരും എന്ന പ്രതീക്ഷയോടെ ഉറപ്പോടെ ഉമ്മമാരെ, പെങ്ങന്മാരെ, പാപ്പമാരെ, സഹോദരങ്ങളെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങൾ ഒളവോടുകൂടി ആ കിടക്കപ്പായിലേക്ക് വന്ന് ഉറക്കത്തിൽ പാലിക്കേണ്ട മര്യാദകളും ദിക്റുകളൊക്കെ ചൊല്ലിക്കിട്ട് കിടന്നുറങ്ങിക്കോളി. ഇൻഷാ അല്ലാഹ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ, സ്വാലിഹീങ്ങൾ, സലഫു സ്വാലിഹീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളത്തെ പകലിൽ അത് അല്ലാഹു അതിന്റെ വഴികൾ തുറന്നു തരാതിരിക്കില്ല എന്ന് ഉറപ്പിച്ച് മഹാരഥന്മാർ പറഞ്ഞ അത്ഭുതത്തിന്റെ ദിക്റ്